ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ അപ്പച്ചൻ അമ്മച്ചിമാരുടെ കാലത്താണ്. ദേ അങ്ങോട്ട് നോക്കൂ, ഒരു അപ്പച്ചനും അമ്മച്ചിയും ആരാധനയ്ക്കായി വരുന്നു. ദൈവത്തെ സേവിക്കാനായി ഇറങ്ങി തിരിച്ചതിൻ്റെ പേരിൽ സ്വന്തക്കാരുടെ കയ്യിൽ നിന്നും ബന്ധുക്കാരുടെ കയ്യിൽ നിന്നും അവർ അനുഭവിക്കേണ്ടി വന്നത് കുറച്ചൊന്നുമല്ല. ആരുടെയും സഹായമില്ലാതെ ഇരുന്നവർ ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് ദൈവത്തിനെ അനുസരിച്ചും ധൈര്യപ്പെട്ടും പ്രാർത്ഥിച്ചും ഇവർ ജീവിക്കുന്നു. ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിൽ ഉല്ലാസമേ. ഇനി നമ്മൾ കാണുന്നത് ചില വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു ആരാധനയാണ്. ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയവരുടെ രണ്ടാം തലമുറ. അവരുടെ മാതാപിതാക്കളുടെ കണ്ണുനീരുടെ പ്രാർത്ഥനയുടെയും ഫലമായി ദൈവം അവരെ അനുഗ്രഹിച്ചു. നന്ദിയോടെ അവർ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതാ മൂന്നാം തലമുറ ആരാധനയ്ക്കായി വരുന്നു. അവരുടെ മാതാപിതാക്കളുടെ ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും ഫലമായി ദൈവം അവരെ എല്ലാ രീതിയിലും മാനിച്ചു. വിദ്യാസമ്പന്നരായി അവർ ഈ ലോകത്തിലേക്ക് ഇറങ്ങി. അതിനാൽ ഇവർക്ക് ആത്മിക മന്ദത സംഭവിച്ചു. ഇതാ അവരുടെ ആരാധന നമുക്ക് കാണാം. അങ്ങനെ യാത്ര ചെയ്ത് നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ന്യൂ ജനറേഷൻ സഭായോഗത്തിലാണ്. ഇതാ ഒരു കുടുംബം ആരാധനയ്ക്കായി വരുന്നു. ഇവരുടെ വരവ് കണ്ടാൽ ഇവർ പ്രാർത്ഥിക്കാൻ വരുന്നത് തന്നെയാണോ എന്ന് തോന്നിപ്പോകും. കാര്യസാധ്യത്തിനായി ആരാധന കൂടാൻ വരുന്ന ഒരു തലമുറ. നമ്മുടെ ഈ ആത്മീയ ഗോളത്തിന്റെ അധപതനം എത്രയാണെന്ന് മനസ്സിലാക്കുക. ഇനിയുള്ള തലമുറ എങ്ങനെയെന്ന് ആർക്കറിയാം? മാതാപിതാക്കളെ, തലമുറകൾക്ക് വേണ്ടി നമുക്ക് കരയാം. അതിനായി കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തട്ടെ. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കാം. അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥന്, ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥന്, ആത്മാവിൽ ആരാധിക്കും കർത്താവിനെ നിത്യം സ്തുതിച്ചിരുന്നു. ആത്മാവിൽ ആരാധിക്കും കർത്താവിനെ നിത്യം സ്തുതിച്ചിരുന്നു. എല്ലാവർക്കും നന്ദി.